ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 59ാമത്തെ പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന് ഇവിടെ വരച്ചിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ ആൻഡ് ഓൾ ആംഗിൾസ് ബിറ്റ്വീൻ ദി ഡയഗണൽസ്. അതായത് ഈ ചതുർഭുജത്തിന്റെ എല്ലാ കോണുകളും കണ്ടുപിടിക്കുക. അത് മാത്രമല്ല വികരണങ്ങൾക്കിടയിൽ വരുന്ന കോണുകളും കണ്ടുപിടിക്കുക. ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വൃത്തത്തിനൊരു കോഡ് വരച്ചു. ഓക്കെ, ഈ കോഡിന്റെ അഥവാ ഞാൻ വരച്ചു. ഓക്കെ, ഈ ഞാനിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് വൃത്തത്തിന്റെ ഒരു വലിയ പാർട്ടിലേക്ക് ഒരു വര വരയ്ക്കുന്നു. അപ്പൊ നമുക്കിവിടെ നിന്ന് ഒരു ഞാൻ വരച്ചു. ഞാനിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് വൃത്തത്തിന്റെ ഏതോ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരച്ചു. അപ്പൊ ഒരു കോൺ കിട്ടി. ഇത് വലിയ പാർട്ടിലെ ഒരു പോയിന്റ് അല്ലേ? ഇത് നമ്മൾ ചെയ്തത് ആ വലിയ പാർട്ടിൽ തന്നെ വേറൊരെണ്ണം എടുത്തു, ഇങ്ങനെ വരച്ചു. ഇവിടെ എടുത്തു, ഇങ്ങനെ വരച്ചു. പക്ഷെ നമ്മൾ പഠിച്ചു, ഇങ്ങനെ വരയ്ക്കുന്ന എല്ലാ കോണുകളും തുല്യമായിരിക്കും, മാറ്റമൊന്നുമില്ല, സെയിം മെഷർമെന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി 180 ഡിഗ്രി ആണെന്ന്. ഓക്കെ, ഇത് രണ്ടും അറിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ആദ്യം ഞാൻ ഇതിന് പേര് കൊടുത്തു. ABCD എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് ഇത്. ഓക്കെ, ആദ്യമായിട്ട് CD എന്ന് പറയുന്നത് ഈ CD എന്ന് പറയുന്ന ഈ സർക്കിളിന്റെ ഒരു കോഡാണ്, അഥവാ ഒരു ഞാനാണ്. ഓക്കെ, ഈ CD-യുടെ എൻ പോയിന്റ്സിൽ നിന്ന് വൃത്തത്തിലെ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ വരച്ചു. അപ്പൊ ഇവിടെ ഒരു കോണുണ്ടായി. ഓക്കെ, അതായത് എന്താണ്? കോൺ DBC, ഈ കോണുണ്ടായി. ഇനി ആ കോണിന്റെ എൻ പോയിന്റ്സിൽ നിന്നുണ്ട് വൃത്തത്തിന്റെ വേറൊരു പോയിന്റ് എയിലേക്ക് വരച്ചു. എൻ പോയിന്റ്സിൽ നിന്നുണ്ടോ വരച്ചത് കണ്ടോ? അതായത് കോൺ DAC. രണ്ടും വരച്ചേക്കുന്നത് CD എന്ന് പറയുന്ന കോഡിന്റെ എൻ പോയിന്റ്സിൽ നിന്നാണ്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. എത്രയായിരിക്കും? 45 ഡിഗ്രി തന്നെയായിരിക്കും. ഇവിടെ 45 ആയതുകൊണ്ട് ഇവിടെയും 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നോക്ക്, BC എന്ന് പറയുന്നത് ഒരു കോഡ് അഥവാ ഞാനാണ്. അപ്പൊ നോക്ക്, ബിയുടെയും സിയുടെയും എൻ പോയിന്റ്സ്, BC എന്ന് പറയുന്ന ഞാനിന്റെ അഗ്രബിന്ദുവിൽ നിന്ന് D എന്ന് പറയുന്ന വൃത്തത്തിലെ പോയിന്റിലേക്ക് വരച്ചു. അപ്പൊ ആ കോൺ ഏതാ? കോൺ CDB. അത് 50 ഡിഗ്രിയാണ്, തന്നിട്ടുണ്ട്. ഇനി നോക്ക്, ഏതാ? BC അല്ലേ? A എന്ന് പറയുന്ന പോയിന്റിലേക്ക് BC എന്ന കോൺ, അത് BC എന്ന് പറയുന്ന കോഡ് അഥവാ ഞാനിന്റെ അഗ്രബിന്ദുവിലോട്ട് വരയ്ക്കുക. BC ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. അപ്പൊ ഈ കോൺ കിട്ടി. കോൺ ഏതാണ്? CAB ആണല്ലോ. ഇത് രണ്ടും എന്തായിരിക്കും? ഒരേ അളവായിരിക്കും, അഥവാ തുല്യമായിരിക്കും. ആണല്ലോ? CDB എത്രയാ? 50 ഡിഗ്രി. ഓക്കെ, ആ 50 ഡിഗ്രി തന്നെയായിരിക്കും CAB. ഇത് 50 ഡിഗ്രി ആയിരിക്കും. ഇത് രണ്ട് തുല്യമാണ്. ഇത് 50 ഡിഗ്രി. ഓക്കെ, ഇനി നോക്ക്, ട്രയാങ്കിൾ BDC. ട്രയാങ്കിൾ BDC, അതായത് ത്രികോണം BDC നിങ്ങൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെയും കൂടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഈ കോൺ അറിയാം, ഈ കോൺ അറിയാം. ഈ വലിയ കോൺ കൂടെ കണ്ടുപിടിക്കണം. അതിന്റെ ചെറിയ പാർട്ട് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്ക്, 50 പ്ലസ് 45 പ്ലസ് 30 എത്രയാ? നോക്കിയേ, 50 45 എത്രയാ? 95, 100, 125. നോക്ക്, ഇത് 3 കൂടെ കൂട്ടിയപ്പോ 125 ഡിഗ്രി. ഇത് 3 കൂടെ കൂട്ടിയപ്പോ 125 ഡിഗ്രി ആയി. ഈ ചെറിയ ഒരു കോണും കൂടെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതെങ്ങനെ കണ്ടുപിടിക്കും? 180 നിന്ന് 125 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും?
55 ഡിഗ്രി. അപ്പൊ നമുക്ക് കിട്ടിയതാ ഇത് 55 ഡിഗ്രി. എങ്ങനെയാ ആംഗിൾ ശ്രദ്ധിക്ക്, എങ്ങനെയാ ഈ 3 കോണുകളുടെ 3 കോൺ എന്ന് പറയുമ്പോൾ ഒരു കോൺ താണ്ടി ഇതാണ്, ഈ വലിയ കോണാണ് ചെയ്യേണ്ടത്. അതിന്റെ ഒരു പാർട്ട് 30 കിട്ടി, ബാക്കി പാർട്ട് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 150 നിന്ന് കുറച്ചാൽ മതി. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ അത് 85 കിട്ടി. ഇനി നോക്ക്, എ ബി എന്ന് പറയുന്ന കോഡ്, എ ബി എന്ന് പറയുന്ന കോഡ് അഥവാ ഞാണ് എ ബി, എ ബിയുടെ എൻ പോയിന്റ്സിൽ നിന്ന് സിയിലോട്ട് വരച്ചപ്പോ 55 കിട്ടിയല്ലോ. അതേ കൂട്ട് തന്നെ എ ബിയുടെ എൻ പോയിന്റ്സ് അഗ്രബിന്ദുവിൽ നിന്ന് ഡിയിലോട്ട് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കോണാണ് ഇത് ആണല്ലോ. ആ കോണും എത്രയായിരിക്കും? ഈ 55 തന്നെയായിരിക്കും. ഓക്കെ, കാരണം എന്താ, ഒരേ കോഡിൽ നിന്ന് വരയ്ക്കുന്ന കോണുകള് സർക്കിളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വരയ്ക്കുന്ന കോണുകൾ എല്ലാം തുല്യ അളവായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ട എല്ലാം കിട്ടി. ഓക്കെ, ഈ അടുത്ത ത്രികോണം എ ബി സി നോക്കുക. ത്രികോണം എ ബി സി നോക്ക്. എ എന്ന് പറയുന്നത് 50 ഡിഗ്രി പ്ലസ് ഈ കോൺ എത്രയാ? ഈ ത്രികോണമാണ് നമ്മൾ നോക്കുന്നത്. ഈ ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുകയാണ് 180 ഡിഗ്രി. 50 പ്ലസ് 55 പ്ലസ് 45 ഡിഗ്രി പ്ലസ് ഇതും കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ 180 ആയേനെ. അത് ഇല്ല, അത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 180 നിന്നത് കുറച്ചാൽ മതി. സബ്ട്രാക്ട് ചെയ്യുക. 50 55 എത്രയാ? 105. 105 45 എത്രയാ? 150 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ 180 ഡിഗ്രിയിൽ നിന്ന് ഇതിന്റെ സമ്മ് 150 ഡിഗ്രി കുറച്ചാൽ മതി. എത്രയാ? 30 ഡിഗ്രി. അപ്പൊ ഇത് കിട്ടി 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ഡയഗണൽസിന്റെ ഇടയിലുള്ള വികരണത്തിന്റെ ഇടയിലുള്ള എല്ലാ കോണുകളും നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എന്ന് പറയുന്നത് 50 45 95 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാ? 45 30 75 ഡിഗ്രി. സി എന്ന് പറയുന്നത് 85 ഡിഗ്രി. ഡി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ 105 ഡിഗ്രി. കണ്ടോ? ഇതെല്ലാം കിട്ടി. ഓരോ കോണുകളും കിട്ടി. ഇനി ഇതിനിടയിലുള്ള കോണുകളെല്ലാം കിട്ടി. ഓക്കെ, ഇനി നോക്കിയേ, എല്ലാ കോണുകളും കണ്ടെത്താൻ പറഞ്ഞ ഈ കോണ് ഇതെത്രയാ? എ ഇവിടെ ഒ എന്ന് നമ്മൾ കൊടുത്താൽ ഡി ഒ സി, ട്രയാങ്കിൾ ഡി ഒ സി നമ്മൾ കൺസിഡർ ചെയ്യുക. ഡി ഒ സി കൺസിഡർ ഇതെത്രയാ? 50 30 80. 3 കോണുകളുടെയും കൂടെ തുകയല്ലേ 180 വരണ്ടേ? ഇവിടെ 50 30 80. അപ്പൊ ഇതെത്രയാ വരേണ്ടത്? 180 വരണമെങ്കിൽ 100 കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇത് 100. ഇനി നോക്ക്, ബി ഒ സി നിങ്ങൾ പരിഗണിക്കുക. ഓക്കെ, ട്രയാങ്കിൾ ബി ഒ സി. ഓക്കെ, ബി ഒ സി നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോ ഇത് രണ്ടും കൂടി ഇതും കൂടെ ഈ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോ എത്രയാ? 180 വരണം. ഇത് രണ്ടും തന്നിട്ടുണ്ട്. 50 40 55 45 100. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 80 ഡിഗ്രി. 180 നിന്ന് 100 കുറച്ചാൽ 80 ഡിഗ്രി. അതേ കൂട്ട് തന്നെ ഇത് രണ്ടും 50 30 80 ഡിഗ്രി. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 180 നിന്ന് 80 കുറച്ചാൽ 100. പിന്നെ അതല്ലെങ്കിൽ നമുക്കറിയാം, ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 100 ആയിരിക്കും. എന്താണ്? എതിർ കോണുകൾ അഥവാ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ എത്രയാ? 80 ആയിരിക്കും എതിർ കോണുകൾ അഥവാ ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പൊ നമുക്ക് എല്ലാ കോണുകളും കിട്ടി. നമ്മളിവിടെ യൂസ് ചെയ്ത 3 പ്രോപ്പർട്ടിയാണ്. ഒന്നെന്ന് പറയുന്നത് എതിർ കോണുകൾ അഥവാ ഓപ്പോസിറ്റ് ആംഗിൾസ്. 2 സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുക 180 ഡിഗ്രി. പിന്നെ നമ്മൾ ചെയ്തത് ഒരു കോഡ് വരച്ചാൽ ആ കോഡിൽ നിന്ന് വൃത്തത്തിന്റെ ഒരു ഭാഗത്തേക്ക് വരയ്ക്കുന്ന എല്ലാ കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, ഈ 3 രീതിയിലാണ് നമ്മൾ ഈ ആംഗിൾസ് കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 59-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്.
ക്വസ്റ്റ്യൻ ഇതാണ്. So that any outer angle of a cyclic quadrilateral is equal to the inner angle at the opposite vertex. അതായത് ഏതെങ്കിലും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ആ ക്വാഡ്രിലാറ്ററിന്റെ ഔട്ടർ വെർട്ടെക്സിന്റെ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ആ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഇന്നർ വെർട്ടെക്സിലുള്ള ആംഗിളുമായിട്ട് ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലെ പുറംകോൺ എന്ന് പറയുന്നത് ആ പുറംകോണിന് ഓപ്പോസിറ്റ് എതിരായി കിടക്കുന്ന അകക്കോണിന്റെ അളവിനോട് തുല്യമായിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാനാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നോക്ക്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം വരച്ചു. ഇനി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഔട്ടർ ആംഗിൾ, ഏതെങ്കിലും ഒരു പുറംകോൺ നിങ്ങൾ എടുത്താൽ ആ പുറംകോണിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന അകക്കോണിനോട് തുല്യമായിരിക്കും, അകക്കോണിനോട് ഇന്നർ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത് ചെയ്യുന്നതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒരു ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും, എതിർ കോണുകൾ അനുകൂലങ്ങളായിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പഠിച്ചു. ഇനി നമുക്ക് അറിയാം, ഒരു ലൈനിനെ ഈ ഒരു ലൈൻ വന്ന് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകളാണ് ഇത് രണ്ടും ആണല്ലോ. ഈ രണ്ട് കോണുകളുടെയും കൂടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. കാരണം ഇതെന്ന് പറയുന്ന രേഖീയ ജോഡികളാണ്, അഥവാ ലീനിയർ പെയർസ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്ക്, ആംഗിൾ CBE എന്ന് പറയുന്നത് എക്സ് ആയിട്ട് നമ്മൾ എടുത്തു. ഇവിടെ എക്സ് ഡിഗ്രി എന്ന് എടുത്തു. ഓക്കെ, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഇന്നർ ആംഗിൾ അകക്കോണ് തുല്യമായിരിക്കണം. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്ക്, ആംഗിൾ ABC, ഈ വരയെ ഈ CB എന്ന് പറയുന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണാണ് ഇതും ഇതും ആണല്ലോ, ലീനിയർ പെയർസ് ആണ്. ഓക്കെ, ലീനിയർ പെയർസ് അഥവാ രേഖീയ ജോഡികളാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മ്, കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ആംഗിൾ ABC പ്ലസ് ആംഗിൾ CBE എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ലീനിയർ പെയർസ്. ഓക്കെ, അങ്ങനെ ABC ഈ കോൺ എത്രയാ? ആംഗിൾ 180 ഡിഗ്രിയിൽ നിന്ന് ഈ കോൺ കുറയ്ക്കുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നതാണ് ഈ കോൺ. ABC ഈക്വൽസ് 180 ഡിഗ്രി മൈനസ് ആംഗിൾ CBE. ഓക്കെ, അതെത്രയാ? CBE എന്ന് പറയുന്നത് എത്രയാ? നമ്മൾ എക്സ് എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ 180 മൈനസ് എക്സ് ഡിഗ്രി. അപ്പൊ നമുക്ക് ഇതാ ഈ കോൺ കിട്ടി, 180 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി ആണല്ലോ. ഇനി ABCD എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണ് ആണല്ലോ. ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും, എതിർ കോണുകൾ അനുപൂരകങ്ങളായിരിക്കും. അഥവാ അവയുടെ സമ്മ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോണും സപ്ലിമെന്ററി ആണ്, തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ D പ്ലസ് എത്രയാ? ആംഗിൾ ABC എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ABCD എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, അതായത് ചക്രീയ ചതുർഭുജമാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ റീസൺ അത് എഴുതിക്കോണം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ D പ്ലസ് ഇതെത്രയാ? ആംഗിൾ ABC എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് ഡിഗ്രി ഈക്വൽസ് 180 ഡിഗ്രി. ഓക്കെ, ഈക്വൽസിന് അപ്പുറവും ഇപ്പുറവും, ഈക്വലിന് അപ്പുറവും ഇപ്പുറവും ഒരേ സംഖ്യ വന്നാൽ അത് ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, ആംഗിൾ D ഈക്വൽസ് ഈ മൈനസ് എക്സ് സമത്തിന് അപ്പുറത്തോട്ട് പോയാൽ പ്ലസ് എക്സ് ആവും, എക്സ് ഡിഗ്രി. ആംഗിൾ D എന്ന് പറയുന്നത് എന്ത് കിട്ടി? എക്സ് ഡിഗ്രി കിട്ടി. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട. ഈ എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് ഈ പുറം കോൺ ഔട്ടർ ആംഗിളിന്റെ അളവ് തന്നെ അല്ലേ? ഓക്കെ, 59ാമത്തെ പേജിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചെയ്യുന്നത്. പ്രൂവ്
ദാറ്റ് എ പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്ടാംഗിൾ ഈസ് നോട്ട് സൈക്ലിക്. അതായത് ഒരു ചതുരമല്ലാത്ത ഒരു സാമാന്തരികം എടുത്താൽ അത് സൈക്ലിക് ആയിരിക്കത്തില്ല. അത് പറയാൻ വേണ്ടി രണ്ട് ഫിഗർ എടുത്തു. ഒന്നൊരു പാരലോഗ്രാം സാമാന്തരികം, രണ്ടാമത്തെ ഒരു റെക്ടാംഗിൾ ചതുരം. ഓക്കെ, സാമാന്തരികം അഥവാ പാരലോഗ്രാമിന്റെ പ്രത്യേകത അറിയാം. ഓപ്പോസിറ്റ് സൈഡ്സ് എതിർവശങ്ങൾ പാരലായിരിക്കും, സമാന്തരമായിരിക്കും. അപ്പൊ നോക്ക്, റെക്ടാംഗിൾ നമുക്കറിയാം. റെക്ടാംഗിൾ എന്ന് പറഞ്ഞ ഒരു പാരലോഗ്രാം തന്നെയാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് എതിർവശങ്ങൾ പാരലൽ അല്ലേ? ഈ രണ്ടു വശവും സമാന്തരമാണ്, ഇതും സമാന്തരമാണ് ആണല്ലോ. പാരലോഗ്രാമിന്റെ ഒരു സ്പെഷ്യൽ കേസ്, സാമാന്തരത്തിന്റെ ഒരു പ്രത്യേക കേസാണ് നമ്മുടെ ചതുരം ആണല്ലോ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അവര് പറയുന്നത് റെക്ടാംഗിൾ മാത്രമേ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവൂ, അല്ലാതെ ഏതെങ്കിലും ഒരു പാരലോഗ്രാം എടുത്താൽ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവില്ല. അതായത് സാമാന്തരികം, ചതുരമല്ലാത്തൊരു സാമാന്തരികം നിങ്ങൾ എടുത്താൽ അത് ചക്രീയ ചതുർഭുജം ആവില്ല. നമുക്കറിയാം, ഒരു ചതുർഭുജം ചക്രീയ ചതുർഭുജം ആണ് എന്ന് തെളിയിക്കണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് നമ്മൾ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം ആണല്ലോ. ഓക്കെ, ആംഗിൾ എ ഈക്വൽസ് എക്സ് ഡിഗ്രി എന്ന് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു പാരലോഗ്രാമിന്റെ എതിർ കോണുകൾ ഈക്വൽ ആയിരിക്കും. അതായത് ഇത് എക്സ് ആണ് എങ്കിൽ ഇത് എത്രയായിരിക്കും? എക്സ് ഡിഗ്രി തന്നെയായിരിക്കും ആണല്ലോ. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത് വരുന്ന കോണുകൾ സപ്ലിമെന്ററി ആയിരിക്കും, അഥവാ അനുപൂരകങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ നോക്ക്, ഇവിടെ ഒരു ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കണം വരേണ്ടത്. ഇത് എക്സ് എടുത്താൽ ഇത് എക്സ് ഡിഗ്രി തന്നെയായിരിക്കും, ഇതും കൂടെ കൂട്ടിയാൽ 180 വരണം. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയാ? 180 ഡിഗ്രി മൈനസ് എക്സ്. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾസ് എതിർ കോണുകൾ തുല്യമല്ലേ? ഇത് രണ്ടും തുല്യം. എത്രയാ? 180 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി. ഓക്കെ, ഇത്രയും കാര്യം നമുക്കറിയാം. അപ്പൊ നമുക്ക് പറയേണ്ടത് ഇതിന്റെ എതിർ കോണുകൾ സപ്ലിമെന്ററി ആണെന്ന് തെളിയിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇതിന്റെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി അഥവാ അനുപൂരകമാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് ചക്രീയ ചതുർഭുജം എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ നോക്കുക, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി, കോൺ എ പ്ലസ് കോൺ സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് എത്രയാ? 2x ഡിഗ്രി ആണല്ലോ. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി, കോൺ ബി പ്ലസ് കോൺ ഡി എന്ന് പറയുന്നത് എത്രയാ? 180 ഡിഗ്രി മൈനസ് എക്സ് പ്ലസ് 180 ഡിഗ്രി മൈനസ് എക്സ് എത്രയാ? 360 ഡിഗ്രി മൈനസ് 10x ആണല്ലോ. ഇത് 180 എന്ന് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നോക്ക്, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 2x ഡിഗ്രിയാ. 2x ഡിഗ്രി എന്ന് പറയുന്നത് 180 ആണ് നമ്മൾ കൊണ്ടുവരാൻ പറ്റുമോ നോക്കണം. ഓക്കെ, 2x ഡിഗ്രി 180 ആവണമെങ്കിൽ എക്സ് എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. എക്സ് 90 ആയാൽ മാത്രമേ 2x എന്ന് പറയുന്നത് 180 ആവും. ഓക്കെ, പക്ഷെ ഇവിടെ എക്സ് 90 ഡിഗ്രി ആണോ? അല്ല. കാരണം എന്താ? അവർ പറയുന്നുണ്ട് ഈ പാരലോഗ്രാം ഒരു റെക്ടാംഗിൾ അല്ല എന്നവർ പറയുന്നുണ്ട്. റെക്ടാംഗിളിന്റെ കേസിൽ ഇത് 90 ആവും. ഓക്കെ, ഇവിടെ റെക്ടാംഗിൾ, ഈ പാരലോഗ്രാം ഒരു റെക്ടാംഗിൾ അല്ല, ഈ സാമാന്തരികം ഒരു ചതുരമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ കോൺ ഒരിക്കലും 90 ഡിഗ്രി വരില്ല. ഓക്കെ, അതുകൊണ്ട് എക്സ് ഒരിക്കലും 90 ഡിഗ്രി വരില്ല. എക്സ് 90 ഡിഗ്രി വരത്തില്ല എങ്കിൽ 2x ഡിഗ്രി ഒരിക്കലും 180 ഡിഗ്രി വരില്ല. അപ്പം ഇവിടെ 180 ഡിഗ്രി വരത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇത് രണ്ടും ഒരിക്കലും സപ്ലിമെന്ററി ആവില്ല, അനുപൂരകമാവില്ല. അതായത് ഈ പാരലോഗ്രാം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവില്ല, ഈ സാമാന്തരികം ഒരു ചക്രീയ ചതുർഭുജം ആവില്ല. ഓക്കെ.